ഓം ശാന്തി. 5/2/2026 പ്രഭാതമുരളി മധുബൻ. മധുരമായ കുട്ടികളെ, ബാബ വന്നിരിക്കുന്നു നിങ്ങളെ രാവണ രാജ്യത്തിൽ നിന്ന് മുക്തമാക്കി സദ്ഗതി നൽകുന്നതിന്, നരകവാസികളെ സ്വർഗവാസിയാക്കി മാറ്റുന്നതിന്. ചോദ്യം: ബാബ നിങ്ങൾ ഭാരതവാസി കുട്ടികൾക്ക് ഏതെല്ലാം സ്മൃതികളാണ് ഉണർത്തിയത്? ഉത്തരം: അല്ലയോ ഭാരതവാസി കുട്ടികളെ, നിങ്ങൾ സ്വർഗവാസികളായിരുന്നു. ഇന്നേക്ക് 5000 വർഷം മുൻപ് ഭാരതം സ്വർഗമായിരുന്നു. വജ്രത്തിന്റെയും സ്വർണത്തിന്റെയും കൊട്ടാരങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങൾ മുഴുവൻ വിശ്വത്തിന്റെയും അധികാരികളായിരുന്നു. ഭൂമിയും ആകാശവുമെല്ലാം നിങ്ങളുടേതായിരുന്നു. ഭാരതം ശിവബാബയാൽ സ്ഥാപിക്കപ്പെട്ട ശിവാലയമായിരുന്നു. അവിടെ പവിത്രത ഉണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും അങ്ങനെയുള്ള ഭാരതം സ്ഥാപിതമാകാൻ പോവുകയാണ്. ഗീതം: കണ്ണില്ലാത്തവർക്ക് വഴി കാണിക്കൂ പ്രഭു. ഓം ശാന്തി. മധുരമധുരമായ ആത്മീയ കുട്ടികൾ, അതായത് ആത്മാക്കൾ, ഈ ഗീതം കേട്ടുവോ? ആരാണ് പറഞ്ഞത്? ആത്മാക്കളുടെ ആത്മീയ അച്ഛൻ. അതുപോലെ ആത്മീയ കുട്ടികൾ ആത്മീയ അച്ഛനോട് പറഞ്ഞു, അല്ലയോ ബാബ. ബാബയെ ഈശ്വരനെന്നും അച്ഛനെന്നും പറയാറുണ്ട്. ഏതച്ഛൻ? പരമപിതാവ്. എന്തുകൊണ്ടെന്നാൽ അച്ഛൻ 2 പേരുണ്ട്. ഒന്ന് ലൗകിക അച്ഛൻ, മറ്റൊന്ന് പാരലൗകിക അച്ഛൻ. ലൗകിക അച്ഛന്റെ കുട്ടികൾ പാരലൗകിക അച്ഛനെ വിളിക്കുന്നു, അല്ലയോ ബാബ. ശരി, ബാബയുടെ പേരെന്താണ്? ശിവൻ. ശിവനെ നിരാകാരന്റെ രൂപത്തിലാണ് പൂജിക്കാറുള്ളത്. ശിവനെ പറയുന്നത് സുപ്രീം, ഏറ്റവും ഉയർന്ന പിതാവെന്നാണ്. ലൗകിക അച്ഛനെ സുപ്രീം എന്ന് പറയാൻ സാധിക്കില്ല. സർവാത്മാക്കളുടെയും പിതാവായ ഉയർന്നതിലും ഉയർന്നത് ഒരു ബാബ തന്നെയാണ്. എല്ലാ ജീവാത്മാക്കളും ആ ബാബയെ തന്നെയാണ് ഓർമ്മിക്കുന്നത്. നമ്മുടെ പിതാവ് ആരാണെന്ന് ആത്മാക്കൾ മറന്നുപോയിരിക്കുന്നു. അല്ലയോ ഈശ്വരനാകുന്ന പിതാവേ, നയനഹീനരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ പിതാവിനെ തിരിച്ചറിയുന്നതിനു വേണ്ടി നയനങ്ങൾ നൽകൂ എന്ന് വിളിക്കുന്നുമുണ്ട്. ഭക്തിമാർഗത്തിലെ അലച്ചിലിൽ നിന്ന് മുക്തമാക്കൂ. സദ്ഗതിക്ക് വേണ്ടി, 3ാമത്തെ നേത്രത്തിനു വേണ്ടി, ബാബയുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് വേണ്ടിയാണ് വിളിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ബാബ തന്നെയാണ് കൽപ്പകൽപ്പം ഭാരതത്തിൽ വന്ന് ഭാരതത്തെ സ്വർഗമാക്കി മാറ്റുന്നത്. ഇപ്പോൾ കലിയുഗമാണ്. കലിയുഗത്തിനു ശേഷം സത്യയുഗം വരണം. ഇതാണ് പുരുഷോത്തമ സംഗമയുഗം. പരിധിയില്ലാത്ത ബാബ വന്ന് പതിതരും ഭ്രഷ്ടാചാരിയുമായവരെ പുരുഷോത്തമരാക്കി മാറ്റുന്നു. ഇവർ, അതായത് ലക്ഷ്മി നാരായണർ, പുരുഷോത്തമ ഭാരതത്തിലായിരുന്നു. ലക്ഷ്മി നാരായണന്റെ രാജധാനിയായിരുന്നു. ഇന്നേക്ക് 5000 വർഷങ്ങൾക്ക് മുൻപ് സത്യുഗത്തിൽ ശ്രീ ലക്ഷ്മി നാരായണന്റെ രാജ്യമായിരുന്നു. ഇത് കുട്ടികൾക്ക് സ്മൃതി ഉണർത്തി തരികയാണ്. നിങ്ങൾ ഭാരതവാസികൾ ഇന്നേക്ക് 5000 വർഷങ്ങൾക്ക് മുൻപ് സ്വർഗവാസികളായിരുന്നു. ഇപ്പോൾ എല്ലാവരും നരകവാസികളാണ്. ഇന്നേക്ക് 5000 വർഷങ്ങൾക്ക് മുൻപ് ഭാരതം സ്വർഗമായിരുന്നു. ഭാരതത്തിന് ഒരുപാട് മഹിമയുണ്ടായിരുന്നു. വജ്രത്തിന്റെയും സ്വർണത്തിന്റെയും കൊട്ടാരങ്ങളായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ഒന്നുമില്ല. ആ സമയത്ത് മറ്റൊരു ധർമ്മവും ഉണ്ടായിരുന്നില്ല. സൂര്യവംശികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചന്ദ്രവംശികളും പിന്നീടാണ് വരുന്നത്. ബാബ മനസ്സിലാക്കി തരുന്നു, നിങ്ങൾ സൂര്യവംശി രാജധാനിയിലേതായിരുന്നു. ഇതുവരെ ഈ ലക്ഷ്മി നാരായണന്റെ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. എന്നാൽ ലക്ഷ്മി നാരായണന്റെ രാജ്യം എപ്പോഴായിരുന്നു, അവർ എങ്ങനെ അത് പ്രാപ്തമാക്കി എന്ന് ആർക്കും അറിയില്ല. പൂജിക്കുന്നുണ്ട്, എന്നാൽ അറിയുന്നില്ല. അപ്പോൾ അന്ധവിശ്വാസമായില്ലേ? ശിവന്റെയും ലക്ഷ്മി നാരായണന്റെയും പൂജ ചെയ്യുന്നുണ്ട്, എന്നാൽ ചരിത്രം അറിയില്ല.
ഇപ്പോൾ ഭാരതവാസികൾ സ്വയം പറയുന്നു, ഞങ്ങൾ പതിതരാണ്. ഞങ്ങൾ പതിതരെ പാവനമാക്കി മാറ്റുന്ന ബാബ, വരൂ, വന്ന് ഞങ്ങളെ ദുഃഖങ്ങളിൽ നിന്നും രാവണ രാജ്യത്തിൽ നിന്നും മുക്തമാക്കൂ. ബാബ തന്നെ വന്നാണ് എല്ലാവരെയും മുക്തമാക്കുന്നത്. കുട്ടികൾക്കറിയാം, വാസ്തവത്തിൽ സത്യുഗത്തിൽ ഒരു രാജ്യമായിരുന്നു. ബാപ്പുജിയും, അതായത് മഹാത്മാഗാന്ധിയും പറയുമായിരുന്നു, വീണ്ടും രാമരാജ്യം വേണമെന്ന്. പതിതമായ ഗൃഹസ്ഥധർമ്മം പാവനമായി മാറണം. സ്വർഗവാസികളായി മാറാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നരകവാസികളുടെ അവസ്ഥ എന്താണെന്ന് കാണുന്നുണ്ടല്ലോ. ഇതിനെയാണ് നരകമെന്നും പതിത ലോകമെന്നും പറയുന്നത്. ഈ ഭാരതം തന്നെ പാവനമായ രാജ്യമായിരുന്നു. ബാബ മനസ്സിലാക്കി തരുന്നു, നിങ്ങളാണ് ആദ്യം 84 ജന്മങ്ങൾ എടുത്തത്, അല്ലാതെ 84 ലക്ഷം ജന്മങ്ങളില്ല. ബാബ മനസ്സിലാക്കി തരുന്നു, നിങ്ങൾ വാസ്തവത്തിൽ ശാന്തിധാമത്തിൽ വസിക്കുന്നവരാണ്. നിങ്ങൾ ഈ ലോകത്തിൽ പാർട്ടഭിനയിക്കാൻ വന്നിരിക്കുകയാണ്. പുനർജന്മം തീർച്ചയായും എടുക്കുക തന്നെ വേണം. 84 പുനർജന്മങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ പരിധിയില്ലാത്ത ബാബ വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് പരിധിയില്ലാത്ത സമ്പത്ത് നൽകാൻ. ബാബ നിങ്ങൾ കുട്ടികളോടാണ്, അതായത് ആത്മാക്കളോടാണ് സംസാരിക്കുന്നത്. മറ്റ് സത്സംഗത്തിൽ മനുഷ്യർക്ക് ഭക്തിമാർഗത്തിലെ കാര്യങ്ങളാണ് കേൾപ്പിക്കുന്നത്. പകുതികൽപ്പം ഭാരതം സ്വർഗമായിരുന്നപ്പോൾ ഒരാൾ പോലും പതിതമായിരുന്നില്ല. ഈ സമയം ഒരാൾ പോലും പാവനരായിട്ടില്ല. ഇത് പതീതമായ ലോകമാണ്. ഗീതയിൽ കൃഷ്ണ ഭഗവാനു വാച എന്നാണ് എഴുതിയിട്ടുള്ളത്. കൃഷ്ണൻ ഗീത കേൾപ്പിച്ചിട്ടില്ലല്ലോ. ലോകത്തിലെ മനുഷ്യർ തന്റെ ധർമ്മശാസ്ത്രം കൂടി അംഗീകരിക്കുന്നില്ല. തന്റെ ധർമ്മം തന്നെ മറന്നുപോയിരിക്കുന്നു. മുഖ്യമായി 4 ധർമ്മങ്ങളാണ് ഉള്ളത്. ആദ്യം ആദി സനാതന ദേവീ ദേവതാ ധർമ്മം. സൂര്യവംശികളെയും ചന്ദ്രവംശികളെയും ചേർത്താണ് ദേവീ ദേവതാ ധർമ്മം എന്ന് പറയുന്നത്. ദൈവിക രാജധാനിയാണ്. അവിടെ ദുഃഖത്തിന്റെ പേര് പോലുമില്ല. 21 ജന്മങ്ങൾ നിങ്ങൾ സുഖധാമത്തിലായിരുന്നു. പിന്നീടാണ് രാവണ രാജ്യം ഭക്തിമാർഗം ആരംഭിക്കുന്നത്. ഇപ്പോൾ ഘോര അന്ധകാരം നിറഞ്ഞ രാത്രിയാണ്. ശിവജയന്തിയെന്നും ശിവരാത്രിയെന്നും 2 വാക്കുകളുണ്ട്. എപ്പോഴാണ് ശിവബാബ വരുന്നത്? രാത്രിയാകുമ്പോൾ. ഭാരതവാസികൾ ഘോര അന്ധകാരത്തിലേക്ക് വരുമ്പോഴാണ് ബാബ വരുന്നത്. പാവകളുടെ പൂജ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഒരാളുടെ പോലും ജീവചരിത്രത്തെക്കുറിച്ച് അറിയുന്നില്ല. ഈ ഭക്തിമാർഗത്തിലെ ശാസ്ത്രങ്ങളും ഉണ്ടാക്കപ്പെടണം. ഈ ഡ്രാമയെയും സൃഷ്ടിചക്രത്തിന്റെ ജ്ഞാനത്തെയും മനസ്സിലാക്കണം. ശാസ്ത്രങ്ങളിലൊന്നും ഈ ജ്ഞാനമില്ല. അതെല്ലാം ഭക്തിയുടെ ജ്ഞാനമാണ്, ഫിലോസഫിയാണ്. അതൊന്നും സദ്ഗതിക്കുള്ള മാർഗമല്ല. ബാബ പറയുന്നു, ഞാൻ വന്ന് നിങ്ങളെ ബ്രഹ്മാവിലൂടെ യഥാർത്ഥ ജ്ഞാനം കേൾപ്പിക്കുന്നു. വിളിക്കുന്നുമുണ്ട്, നമുക്ക് സുഖധാമത്തിന്റെയും ശാന്തിധാമത്തിന്റെയും വഴി പറഞ്ഞു തരൂ എന്ന്. ബാബ പറയുന്നു, ഇന്നേക്ക് 5000 വർഷങ്ങൾക്ക് മുൻപ് സുഖധാമമായിരുന്നു. അവിടെ നിങ്ങൾ മുഴുവൻ വിശ്വത്തിലും രാജ്യം ഭരിച്ചിരുന്നു. സൂര്യവംശികളുടെ രാജ്യമായിരുന്നു. ബാക്കി എല്ലാ ആത്മാക്കളും ശാന്തിധാമത്തിലായിരുന്നു. സത്യുഗത്തിൽ 9 ലക്ഷം പേർ എന്നാണ് പറയാറുള്ളത്. നിങ്ങൾ കുട്ടികളെ 5000 വർഷങ്ങൾക്ക് മുൻപ് വളരെ ധനവാനാക്കി മാറ്റിയിരുന്നു. ഇത്രയും ധനം നൽകിയിരുന്നു. പിന്നീട് അതെല്ലാം നിങ്ങൾ എവിടെ നഷ്ടപ്പെടുത്തി? നിങ്ങൾ എത്ര ധനവാനായിരുന്നു? ഭാരതം എങ്ങനെയുള്ളതായിരുന്നു? ഭാരതം തന്നെയാണ് ഏറ്റവും ഉയർന്നതിലും ഉയർന്ന രാജ്യം. എല്ലാവരുടെയും തീർത്ഥസ്ഥാനമാണ് ഭാരതം. എന്തുകൊണ്ടെന്നാൽ പതീത പാവനനായ ബാബയുടെ ജന്മസ്ഥാനമാണ്. ഏത് ധർമ്മത്തിലുള്ളവരാണെങ്കിലും എല്ലാവരുടെയും സദ്ഗതി ബാബ തന്നെയാണ് വന്ന് ചെയ്യുന്നത്. ഇപ്പോൾ മുഴുവൻ സൃഷ്ടിയിലും രാവണ രാജ്യമാണ്. ലങ്കയിൽ മാത്രമല്ല, എല്ലാവരിലും 5 വികാരങ്ങൾ പ്രവേശിച്ചിട്ടുണ്ട്.
സൂര്യവംശികളുടെ രാജ്യമായിരുന്നപ്പോൾ ഈ വികാരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഭാരതം നിർവികാരിയായിരുന്നു. ഇപ്പോൾ വികാരിയാണ്. സത്യുഗത്തിൽ ദൈവിക സമ്പ്രദായമായിരുന്നു. ദേവീ ദേവതകൾ തന്നെയാണ് 84 ജന്മങ്ങൾ അനുഭവിച്ച് ഇപ്പോൾ ആസുരീയ സമ്പ്രദായത്തിലുള്ളവരായി മാറിയത്. ഇപ്പോൾ വീണ്ടും ദൈവിക സമ്പ്രദായത്തിലുള്ളവരായി മാറണം. ഭാരതം വളരെ ധനവാനായിരുന്നു. ഇപ്പോൾ ദരിദ്രമായിരിക്കുന്നു. അതുകൊണ്ടാണ് യാചിക്കുന്നത്. ബാബ പറയുന്നു, നിങ്ങൾ എത്ര ധനവാനായിരുന്നു. നിങ്ങളോളം സുഖം മറ്റാർക്കും ലഭിക്കില്ല. നിങ്ങൾ മുഴുവൻ വിശ്വത്തിന്റെയും അധികാരികളായിരുന്നു. ആകാശവും ഭൂമിയും നിങ്ങളുടേതായിരുന്നു. ബാബ സ്മൃതി ഉണർത്തി തരുന്നു, ഭാരതം ശിവബാബയാൽ സ്ഥാപിക്കപ്പെട്ട ശിവാലയമായിരുന്നു. അവിടെ പവിത്രത ഉണ്ടായിരുന്നു. ആ പുതിയ ലോകത്തിൽ ദേവീ ദേവതകളായിരുന്നു രാജ്യം ഭരിച്ചിരുന്നത്. ഭാരതവാസികൾക്ക് ഇതുപോലും അറിയില്ല രാധയും കൃഷ്ണനും തമ്മിലുള്ള ബന്ധമെന്താണെന്ന്. രണ്ടുപേരും വേറെ വേറെ രാജധാനിയിലുള്ളവരായിരുന്നു. പിന്നീട് സ്വയംവരത്തിനു ശേഷം ലക്ഷ്മി നാരായണനായി മാറുന്നു. ഈ ജ്ഞാനം ഒരു മനുഷ്യനിലുമില്ല. പരംപിത പരമാത്മാവ് തന്നെയാണ് ജ്ഞാനസാഗരൻ. ബാബ തന്നെയാണ് നിങ്ങൾക്ക് ഈ ആത്മീയ ജ്ഞാനം നൽകുന്നത്. ഈ ആധ്യാത്മിക ജ്ഞാനം ഒരു ബാബയ്ക്ക് മാത്രമേ നൽകാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ബാബ പറയുന്നു, ആത്മാഭിമാനിയായി മാറൂ. പരംപിത പരമാത്മാവാകുന്ന എന്നെ, അതായത് ശിവനെ ഓർമ്മിക്കൂ. ഓർമ്മയിലൂടെ മാത്രമേ സത്തോ പ്രധാനമായി മാറുകയുള്ളൂ. നിങ്ങൾ ഇവിടേക്ക് വരുന്നത് തന്നെ മനുഷ്യനിൽ നിന്നും ദേവതയായി, അർത്ഥം പതിതത്തിൽ നിന്നും പാവനമായി മാറാനാണ്. ഇപ്പോൾ ഇത് രാവണ രാജ്യമാണ്. മുഴുവൻ സൃഷ്ടിയും പഞ്ചവികാരങ്ങളാകുന്ന രാവണന്റെ തടവറയിൽ അകപ്പെട്ടിരിക്കുകയാണ്. എല്ലാവരും ശോകവാട്ടികയിൽ ദുഃഖികളാണ്. ബാബ വന്ന് എല്ലാവരെയും മുക്തമാക്കുന്നു. ഇപ്പോൾ ബാബ വീണ്ടും സ്വർഗം സ്ഥാപിക്കുന്നു. ഒരുപാട് ധനമുള്ളവർ സ്വർഗത്തിലാണ് എന്നൊന്നുമല്ല. ഇപ്പോൾ നരകം തന്നെയാണ്. എല്ലാവരും പതിതരാണ്. അതുകൊണ്ടാണ് ഗംഗയിൽ പോയി സ്നാനം ചെയ്യുന്നത്. ഗംഗ പതിത പാവനിയാണെന്ന് മനസ്സിലാക്കുന്നു. എന്നാൽ ആരും പാവനമായി മാറുന്നില്ലല്ലോ. പതിത പാവനൻ എന്ന് പാപയെ തന്നെയാണ് പറയുന്നത്, അല്ലാതെ നദികളെയല്ല. ബാബ തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി തരുന്നത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഒന്ന് ലൗകിക അച്ഛനും മറ്റൊന്ന് അലൗകിക അച്ഛനായ പ്രജാപിത ബ്രഹ്മാവും പിന്നീട് ബാബയാകുന്ന പാരലൗകിക അച്ഛനും. 3 അച്ഛന്മാരുണ്ട്. ശിവബാബ പ്രജാപിത ബ്രഹ്മാവിലൂടെയാണ് ബ്രാഹ്മണ ധർമ്മം സ്ഥാപിക്കുന്നത്. ബ്രാഹ്മണരെ ദേവതയാക്കി മാറ്റുന്നതിന് വേണ്ടി രാജയോഗം പഠിപ്പിക്കുന്നു. ഒരു തവണയാണ് ബാബ വന്ന് ആത്മാക്കൾക്ക് രാജയോഗം പഠിപ്പിക്കുന്നത്. ആത്മാക്കൾ പുനർജന്മം എടുക്കുന്നു. ആത്മാവ് തന്നെയാണ് പറയുന്നത്, ഞാൻ ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊന്നെടുക്കുന്നു. ബാബ പറയുന്നു, സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി പിതാവായ എന്നെ ഓർമ്മിക്കൂ, എന്നാൽ നിങ്ങൾ പാവനമായി മാറും. ഒരു ദേഹധാരിയെയും ഓർമ്മിക്കരുത്. ഇപ്പോൾ ഇത് മൃത്യു ലോകത്തിന്റെ അവസാനമാണ്. അമരലോകത്തിന്റെ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കി മറ്റ് അനേക ധർമ്മങ്ങൾ ഇല്ലാതാകും. സത്യുഗത്തിൽ ഒരു ദേവതാധർമ്മം മാത്രമേയുള്ളൂ. പിന്നീട് ത്രേതായുഗത്തിൽ ചന്ദ്രവംശികളായ രാമനും സീതയും. നിങ്ങൾ കുട്ടികൾക്ക് മുഴുവൻ ചക്രത്തിന്റെയും സ്മൃതി ഉണർത്തുന്നു. ബാബ തന്നെയാണ് ശാന്തിധാമത്തിന്റെയും സുഖധാമത്തിന്റെയും സ്ഥാപന നടത്തുന്നത്. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യന് സദ്ഗതി നൽകാൻ സാധിക്കില്ല. ബാബ പറയുന്നു, ഇപ്പോൾ നിങ്ങൾ ഈശ്വരീയ സന്താനങ്ങളാണ്. നിങ്ങളിപ്പോൾ ബാബയിൽ നിന്ന് രാജയോഗം പഠിക്കുകയാണ്. ഇവിടെ രാജധാനി സ്ഥാപിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പ്രജ ഉണ്ടാകണം. കോടിയിൽ ചിലരാണ് രാജാവായി മാറുന്നത്. സത്യുഗത്തെ പൂക്കളുടെ പൂന്തോട്ടമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇത് മുള്ളുകളുടെ കാടാണ്.
ഇപ്പോൾ രാവണ രാജ്യം പരിവർത്തനപ്പെടുകയാണ്. ഇത് വിനാശമാകുക തന്നെ വേണം. ഈ ജ്ഞാനം ഇപ്പോൾ നിങ്ങൾ ബ്രാഹ്മണർക്ക് മാത്രമേ ലഭിക്കുന്നുള്ളൂ. ലക്ഷ്മി നാരായണനു പോലും ഈ ജ്ഞാനമില്ല. ഈ ജ്ഞാനം പ്രായേണ ലോപിച്ചു പോകുന്നു. ഭക്തിമാർഗത്തിൽ ആരും ബാബയെ അറിയുന്നില്ല. ബാബ തന്നെയാണ് രചയിതാവ്. ബ്രഹ്മ, വിഷ്ണു, ശങ്കരനും രചനകളാണ്. പരമാത്മാവ് സർവവ്യാപിയാണെന്ന് പറയുന്നതിലൂടെ എല്ലാവരും പിതാക്കന്മാരായി മാറുന്നു. സമ്പത്തിന്റെ അവകാശമുണ്ടാകുന്നില്ല. ബാബ വന്ന് എല്ലാ കുട്ടികൾക്കും സമ്പത്ത് നൽകുന്നു. സർവരുടെയും സദ്ഗതി ദാതാവ് ഒരേ ഒരു ബാബ തന്നെയാണ്. ആദ്യമാദ്യം ആരാണോ സത്യുഗത്തിൽ വരുന്നത് അവരാണ് 84 ജന്മങ്ങൾ എടുക്കുന്നത്. ഒരു ഭഗവാനെ അന്വേഷിക്കുന്നതിന് വേണ്ടി എത്രയാണ് അലഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ അലയുന്നില്ല. നിങ്ങൾക്കൊരു ബാബയെ മാത്രം ഓർമ്മിക്കണം. ഇതാണ് ഓർമ്മയുടെ യാത്ര. ഇതാണ് പതിത പാവനനായ ഈശ്വരീയ പിതാവിന്റെ സർവകലാശാല. നിങ്ങൾ ആത്മാവാണ് പഠിക്കുന്നത്. സന്യാസിമാരെല്ലാം പറയുന്നു ആത്മാവ് നിർലേപമാണെന്ന്. എന്നാൽ ആത്മാവിന് തന്നെയാണ് തന്റെ കർമ്മങ്ങൾക്കനുസരിച്ച് മറ്റൊരു ജന്മം എടുക്കേണ്ടതായി വരുന്നത്. ആത്മാവ് തന്നെയാണ് നല്ലതും മോശവുമായ കർമ്മം ചെയ്യുന്നത്. ഈ സമയം നിങ്ങളുടെ കർമ്മം വികർമ്മമായി മാറുന്നു. സത്യയുഗത്തിൽ കർമ്മം അകർമ്മമായിരിക്കും. അവിടെ വികർമ്മമില്ല. അതാണ് പുണ്യാത്മാക്കളുടെ ലോകം. ഇതെല്ലാം മനസ്സിലാക്കേണ്ടതും മനസ്സിലാക്കി കൊടുക്കേണ്ടതുമായ കാര്യങ്ങളാണ്. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ നമ്പർ വാർ പുരുഷാർത്ഥമനുസരിച്ച് മുള്ളിൽ നിന്നും പുഷ്പമാകുന്ന കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. മുള്ളിൽ നിന്നും പുഷ്പമായി മാറി പൂക്കളുടെ പൂന്തോട്ടം, അതായത് സത്യയുഗം സ്ഥാപിക്കുന്ന സേവനം ചെയ്യണം. ഒരു മോശമായ കർമ്മവും ചെയ്യരുത്. 2. ബാബയിൽ നിന്ന് കേട്ട ആത്മീയ ജ്ഞാനം എല്ലാവർക്കും കേൾപ്പിച്ചു കൊടുക്കണം. ആത്മാഭിമാനിയായി മാറാനുള്ള പരിശ്രമം ചെയ്യണം. ഒരു ബാബയെ മാത്രം ഓർമ്മിക്കണം, ഒരു ദേഹധാരിയെയും അല്ല. വരദാനം: നിന്ദാസ്തുതി, ജയം, പരാജയം ഇവയിൽ സമാന സ്ഥിതിയിലിരിക്കുന്ന ബാബയ്ക്ക് സമാനം സമ്പന്നരും സമ്പൂർണരുമായി ഭവിക്കട്ടെ. ആത്മാവിന്റെ സമ്പന്നവും സമ്പൂർണവുമായ സ്ഥിതി കൈവന്നാൽ നിന്ദാസ്തുതി, ജയാപരാജയം, സുഖ ദുഃഖം എല്ലാത്തിലും സമാനതയുണ്ടായിരിക്കും. ദുഃഖമുള്ളപ്പോഴും മുഖത്തിലും മസ്തകത്തിലും ദുഃഖത്തിന്റെ അലകൾക്ക് പകരം സന്തോഷത്തിന്റെ അലകൾ കാണപ്പെടണം. നിന്ദ കേട്ടാലും അനുഭവിക്കണം. ഇത് നിന്ദയല്ല, സമ്പൂർണ്ണ സ്ഥിതിയെ പരിപക്വമാക്കുന്നതിന് വേണ്ടിയുള്ള മഹിമ യോഗ്യ വാക്കാണിത്. അപ്രകാരം സമാനതയിലിരിക്കണം. അപ്പോൾ പറയും ബാബയ്ക്ക് സമാനം. അല്പം പോലും ഇവർ ശത്രുവാണ്, നിന്ദിക്കുന്നവരാണ്, അല്ലെങ്കിൽ മഹിമ ചെയ്യുന്നവരാണ്, ഇവ ഭാവനയിൽ പോലും വരരുത്. സ്ലോഗൻ: നിരന്തരം യോഗാഭ്യാസത്തിൽ ശ്രദ്ധിക്കൂ, എങ്കിൽ ഫസ്റ്റ് ഡിവിഷനിൽ നമ്പർ ലഭിക്കും. അവ്യക്ത സൂചന: ഐക്യത്തിന്റെയും വിശ്വാസത്തിന്റെയും വിശേഷതയിലൂടെ സഫലതാ സമ്പന്നരാകൂ. ബ്രാഹ്മണ പരിവാരത്തിന്റെ വിശേഷതയാണ് നാനാത്വത്തിലും ഏകത്വം. താങ്കളുടെ എല്ലാ സേവാ കേന്ദ്രങ്ങളുടെയും വൈബ്രേഷൻ മുഴുവൻ വിശ്വത്തിലും ഒരു ധർമ്മം, ഒരു രാജ്യം സ്ഥാപിക്കും. അതിനാൽ വിശേഷ ശ്രദ്ധ കൊടുത്ത് ഭിന്നത ഇല്ലാതാക്കി ഏകത നിലനിർത്തൂ. ഓം ശാന്തി.